KSRTCയുടെ പ്രതിസന്ധിയും കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്ങും. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ധനസഹായം ചെയ്യുന്നുവോ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാകാം, സംസ്ഥാന വകുപ്പുകൾക്കാകാം, ഏത് പ്രകാരത്തിലുള്ള സഹായമാണ് ചെയ്യുന്നത് എങ്കിലും അവിടെയൊക്കെ ബ്രാൻഡിങ് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അപ്പോൾ ഒരു സംശയം നമുക്ക് ആർക്കും ഉടലെടുക്കാം. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ ഇലക്ട്രിസിറ്റി പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ അന്ന യോജന പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാണ് സമസ്ത പ്രോഗ്രാംസിൻ്റെയും ബ്രാൻഡിങ് വരുന്നത്? കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ഗ്രോട്ടോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു വെച്ച് സെൽഫി പോയിൻ്റ് എന്നാണ് അതിന് പറഞ്ഞത്. അതിനു വേണ്ടി എത്ര കോടി രൂപയാണ് ഈ രാജ്യത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും ചെലവഴിക്കേണ്ടി വന്നത്? എവിടെ നിന്നാണ് ഈ പണമൊക്കെ വരുന്നത്? ഇത് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണോ? അങ്ങനെ ബ്രാൻഡിങ്ങിന് വേണ്ടി സെൽഫി പോയിൻറ്റും ഫോട്ടോ പതിച്ച റേഷൻ ബാഗുകൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ബ്രാൻഡിങ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിലാണെങ്കിൽ കേന്ദ്രം തരുന്നത് എന്ന് പറഞ്ഞ് എന്താണ് ഈ കേന്ദ്രം തരുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യം? ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇടപെടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ചെയ്യേണ്ട പ്രോഗ്രാംസ് ഉണ്ട്, കേന്ദ്രം തന്നെ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്, സംസ്ഥാനം തന്നെ ചെയ്യേണ്ട പ്രോഗ്രാംസ് ഉണ്ട്. ഏത് തരത്തിലാണെങ്കിലും കേരളത്തിൻ്റെ ബ്രാൻഡിങ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിങ്ങും ആവശ്യമില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിങ്ങും ആവശ്യമില്ല. കാരണം ഇത് ജനങ്ങളുടെ നികുതി പണമാണ്. നികുതി പണം മാത്രമാണോ? നികുതി പണം മാത്രമല്ല, നികുതിയേതര വരുമാനത്തിൽ നിന്നുള്ള പണവും ഇത്തരം ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന എല്ലാ ചെലവുകളും നികുതി പണത്തിൽ നിന്നോ നികുതിയേതര പണത്തിൽ നിന്നോ വരുന്നതാണ്. ഇത് രണ്ടും തികയാതെ വരുമ്പോൾ മൂന്നാമതൊരു വളരെ പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട്, കടം വാങ്ങൽ. കടം വാങ്ങിയാലും ജനങ്ങളുടെ പങ്ക് തന്നെയാണ്. കാരണം ഈ കടവും അതിൻ്റെ പലിശയും ഒക്കെ കൊടുത്തു തീർക്കേണ്ടത് ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ജനങ്ങളുടെ നികുതി പണത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ചെലവുകൾ, അതിനെന്തിനാണ് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിങ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റാണ് ചെയ്തത്, അടുത്ത തവണയും BJPക്ക് വോട്ട് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിങ് കൊണ്ടുവരിക. ചെയ്യാത്ത എന്തുമാത്രം കാര്യങ്ങൾ! ഇതൊന്നും ചെയ്തില്ല, ഇത് കേന്ദ്രം ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല എന്ന് പറഞ്ഞ് 1, 2, 3, 4 എന്നും പറഞ്ഞ് ചെയ്യാത്തവയുടെ ലിസ്റ്റ് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടതാ. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പത്രങ്ങളിൽ എത്ര പത്രം എടുത്താലും ആ പത്രത്തിൻ്റെ ആദ്യ പേജുകളൊക്കെ മോദി ഗ്യാരണ്ടി ആയിരുന്നു. അങ്ങനെ ഗ്യാരണ്ടി ചെയ്ത് അധികാരത്തിൽ 3-ാം പ്രാവശ്യവും വന്നു. പക്ഷേ മോദി നൽകാത്തതിനെ പറ്റി, മോദി ഗ്യാരണ്ടി കൊടുത്തിട്ടും നൽകാത്തത്, അത്തരം കാര്യങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങൾ അതും കൂടി അറിയിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. നിങ്ങളോട് ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് തരാൻ പറ്റിയില്ല, ചെയ്തു തരാൻ പറ്റിയില്ല, ക്ഷമിക്കൂ എന്ന് ക്ഷമ പറയാനും ഒരു ഗവൺമെൻറ്റിന്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യാതെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നത് ഒരു കാരണവശാലും നീതിയുക്തമല്ല, ഒരു ഡെമോക്രസിക്ക് അത് ചേരുന്നതല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാനിടയുണ്ടായത്? അതായത് 2022-23 ബജറ്റ്, കേന്ദ്ര ബജറ്റ് 2022-23, ആ ബജറ്റിലായിരുന്നു നിർമ്മല സീതാരാമൻ വണ്ടി പൊളിക്കൽ നയം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി പൊളിക്കൽ നയമൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ നാം കരുതേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് നിലനിൽക്കുന്ന വളർച്ച, അതാണ് ഓരോ രാജ്യവും ആഗ്രഹിക്കുന്നത്. COP27, ആ COP27 ഒക്കെ 1800കളിലെ കാലാവസ്ഥയിലേക്ക്, അതായത് 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ചൂട്. അങ്ങനെ ഇപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താറായിരിക്കുന്ന ചൂടിനെ ക്രമീകരിച്ച് 1.5 കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മോട്ടോർ കാറുകൾ, ട്രെയിനുകൾ, ഇതൊക്കെ ഡീസൽ, പെട്രോൾ ഇവ ഉപയോഗിച്ച് ഓടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ കോൾ ബേസ്ഡ് ആയിട്ട് ഒക്കെയുള്ള എനർജി ഉപയോഗിക്കുന്നതിന് പകരം ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് വേണം
ഉപയോഗത്തിൽ കൊണ്ടുവരാൻ എന്നൊരു നിയമം കൊണ്ടുവന്നു. അതായത് 2022-23 ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ കൊണ്ടുവന്നതാണ് ഈ വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഘട്ടം ഘട്ടമായിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറുക. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിലാണ് വണ്ടി പൊളിക്കൽ നയം. 15 വർഷമായ കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അത് പബ്ലിക് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും അൺഫിറ്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പൊളിക്കാൻ കൊടുക്കുക. അങ്ങനെ പൊളിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു സബ്സിഡിയോട് കൂടി പുതിയ വെഹിക്കിൾ വാങ്ങിക്കാൻ പറ്റും. അതായിരുന്നു ആ വണ്ടി പൊളിക്കൽ നയത്തിൻ്റെ രത്നച്ചുരുക്കം. പുതിയ വണ്ടി വാങ്ങാനുള്ള അവസരം കൊടുക്കും എന്ന് പറയുമ്പോൾ ഓർക്കണം ഏത് തരം പുതിയ വണ്ടിയാണ്. ഈ പുതിയ വണ്ടി എന്ന് പറയുന്നത് കഴിയുമെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് പതുക്കെ സാവകാശം മാറുക. അതിനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ വണ്ടി പൊളിക്കൽ നയം. അതായത് അങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കോ അല്ലെങ്കിൽ പുതിയ ഏത് വെഹിക്കിളിലേക്ക് മാറുമ്പോൾ അത് വാങ്ങാൻ സബ്സിഡി കൊടുക്കുക. ഈ വണ്ടി പൊളിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ഏൽപ്പിക്കുന്ന വണ്ടിയുടെ വിലയനുസരിച്ച് ഒരു സബ്സിഡി കൊടുക്കുക. അതാണ് ഉദ്ദേശം. അങ്ങനെ സബ്സിഡി കൊടുത്ത് വണ്ടി പൊളിക്കൽ നയം, അതിനുള്ള പൊളിക്കൽ സ്റ്റേഷൻസ് ഒക്കെ കേരളത്തിൽ ഗവൺമെൻറ് സെക്ടറിൽ ഒരു പൊളിക്കൽ സ്റ്റേഷൻ പോലും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പല സംസ്ഥാനത്തും അങ്ങനെ വണ്ടി പൊളിക്കുന്ന സ്റ്റേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് വണ്ടി പൊളിക്കൽ ഇന്ത്യയുടെ ഒരു നയം, ലോകത്തിൻ്റെ തന്നെ നയമാണ്, ഇന്ത്യയുടെ ഒരു നയമായി മാറി. അതുപോലെ തന്നെ പൊളിച്ചു കഴിഞ്ഞാൽ സബ്സിഡിയോടുകൂടി ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിക്കുക. കഴിവതും ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെ വേണമെന്നില്ല. കാരണം മറ്റു തരം വെഹിക്കിൾസും ഘട്ടം ഘട്ടമായി മാത്രമേ പിന്നോട്ട് പോകൂ. അതായത് ഈ വെഹിക്കിൾസ് വരുന്നതിനനുസരിച്ച് മറ്റു തരം വെഹിക്കിൾസ് പുറകോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഈ വെഹിക്കിൾസോ ഏത് വെഹിക്കിളാണെങ്കിലും വാങ്ങിക്കുക, അതിന് സബ്സിഡി കിട്ടും. അപ്പോൾ ഈ നയം കൊണ്ടുവന്നത് 2022-23 ബജറ്റിലാണ്. അതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറഞ്ഞത് 10 നഗരങ്ങളിലേക്ക് 950 ബസ്സുകൾ അനുവദിക്കും. 950 ബസ്സുകൾ, അതായത് ഒരു പൈസ പോലും ഈ ബസ്സുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ട. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം കൊടുക്കുന്നു. അപ്പോൾ ഈ 950 ബസ്സുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് വിലയൊന്നും കൊടുക്കേണ്ടതില്ല. അതിൻ്റെ ഡ്രൈവറെ പോലും ആ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ സമയത്ത് കണ്ടക്ടറെ സംസ്ഥാന ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു കൊടുക്കണം. ഏത് റൂട്ടിൽ ഓടണം എന്നുള്ളതും സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു കൊടുക്കണം. നിർബന്ധമായിട്ടൊരു ഉപാധിയുണ്ട് അവിടെ. 950 ബസ്സുകൾ ഓടാൻ കൊടുക്കുമ്പോൾ, ഡ്രൈവറോട് കൂടി കൊടുക്കുമ്പോൾ ഒരു വലിയ ഉപാധിയുണ്ട്. എല്ലാ ബസ്സുകളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡിങ് ഉണ്ടാവണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബ്രാൻഡിങ്ങിൽ പ്രതിരോധിച്ച് ഞങ്ങൾക്ക് ഈ ബസ്സുകളെ വേണ്ട എന്ന തീരുമാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എത്തിയിരിക്കുന്നു. അതായത് എന്താ അതിന് പറയാൻ പറ്റുക? ബ്രാൻഡിങ്ങിനോട് വിരോധം കാണിച്ചുകൊണ്ട് ഈ ബസ്സുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് എഴുതി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു സ്നേഹമാണ്, ജനസേവന മഹത്വമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കാരണം ഇവിടുത്തെ റോഡുകൾ തന്നെ നടന്നു പോയ നടുവൊടിക്കുന്ന റോഡുകളാണ്. ഈ റോഡ് ഏതെങ്കിലും തരത്തിൽ പോയി എങ്ങനെ പോയാലും കുഴപ്പമില്ല. കേന്ദ്രത്തിൽ നിന്ന് ബ്രാൻഡിങ് ഉള്ളത് കാരണം ഈ പറയപ്പെട്ട 950 ഒന്നാം തരം ബസ്, ഇലക്ട്രിക് ബസ്സുകൾ, അത് ഡ്രൈവറോടൊപ്പം, അതായത് സംസ്ഥാനത്തിൻ്റെ കടക്കണിയിലാണെന്ന് പറഞ്ഞ് വലിയ പ്രകടനമാണ് ഇവിടെ. ഈ വലിയ പ്രകടനത്തിനിടയ്ക്കാണ് ഈ പറയപ്പെട്ട ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രം തരുന്നത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്, അതായത് കേരളത്തിൽ വന്ന് കേന്ദ്രം അങ്ങനെ മേനി നടിക്കണ്ട എന്നാണ് ഇവിടെ ട്രാൻസ്പോർട്ട് മന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള പറയുന്നത്. പൂരം മുടക്കിയപ്പോഴൊന്നും ആർക്കും ഒരു സങ്കടവുമില്ലായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 5 വർഷം പൂഴ്ത്തി വെച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലായിരുന്നു. അപ്പോഴൊന്നും ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡ് എവിടെ പോകും, ഈ ബ്രാൻഡ് തീയിലിട്ട് ചുടയേണ്ട ബ്രാൻഡാണ് എന്ന് ആർക്കും തോന്നിയില്ല. ഈ 950 ബസ്സുകളിൽ കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് വരണമെന്ന് പറഞ്ഞപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ തമസ്കരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട്. കാരണം വളരെ നിരുത്തരവാദപരമായിട്ടാണ്
ട്രാൻസ്പോർട്ട് മന്ത്രി ഇവിടെ പെരുമാറുന്നത്. നമ്മൾ പറയില്ലായിരുന്നു, പകരം ഇവിടെ ഇഷ്ടം പോലെ ഫണ്ടുണ്ട്, ഇഷ്ടം പോലെ ബസ് വാങ്ങാനുള്ള സൗകര്യവും സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇത്തരം ഒരു അസ്വാരസ്യത്തിൻ്റെ സ്വരത്തിൽ, അവഹേളനത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. പകരം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് 15 വർഷത്തിലധികം പഴക്കമുള്ള 1500 ബസ്സുകൾ പൊളിക്കേണ്ടി വരുന്ന KSRTCക്ക്, അതായത് ഈ കറണ്ട് ഇയറിൽ 15 വർഷത്തിലധികം കാലം ഓടിയ ബസ്സുകൾ, 15 വർഷത്തിലധികം ഓടിയ 1500 ബസ്സുകൾ പൊളിക്കേണ്ടി വരും, അന്നത്തെ പൊളിക്കൽ നയം അനുസരിച്ച് തന്നെ. അങ്ങനെ 1500 ബസ്സുകൾ പൊളിക്കേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുക? 1500 ബസ്സുകളെങ്കിലും തിരിച്ചു വന്നാലേ ഇപ്പോഴുള്ള രീതിയിലെങ്കിലും ഇവിടുത്തെ റോഡുകളിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകൂ. അപ്പോൾ ആ സ്ഥാനത്താണ് എല്ലാ വകുപ്പുകൾക്കും, അതായത് സംസ്ഥാന ഗവൺമെൻറ് ഈ വകുപ്പിനും 92 കോടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ വർഷം, ഈ ധനവർഷത്തിൽ 92 കോടിയാണ് KSRTCക്ക് കേരള ഗവൺമെൻറ്, അതായത് ധനവകുപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ പദ്ധതി വിഹിതം എല്ലാ വകുപ്പുകളുടെയും വെട്ടിക്കുറച്ചു, പകുതിയാക്കി. അതോടുകൂടി ഈ KSRTCക്ക് 92 കോടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് പകുതിയാക്കി 46 കോടിയാക്കി. ഈ 46 കോടി കൊണ്ട് എത്ര ബസ്സുകൾ വാങ്ങാൻ പറ്റും? ഇടത് സർക്കാർ ഭരണത്തിലെത്തുമ്പോൾ എത്ര ബസ്സുകൾ ഉണ്ടായിരുന്നു? 6200 ബസ്സുകളും 5200 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ 4000 ബസ്സുകളായി. 1200 ബസ്സുകളെങ്കിലും കട്ടപ്പുറത്തായി. ആകെ ഓടുന്നത് 4000 ബസ്സുകൾ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്, അങ്ങനെയുള്ള, അതായത് 1200 ബസ്സുകളെങ്കിലും കട്ടപ്പുറത്താവുകയും വണ്ടികളുടെ അഭാവം അനുഭവിക്കുകയും ചെയ്യുന്നു ഒരു വശത്ത്. മറുവശത്ത് 92 കോടി KSRTCക്ക് വണ്ടി വാങ്ങാൻ കൊടുക്കാമെന്ന് ധനവകുപ്പ് ആരംഭത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എല്ലാ വകുപ്പുകളുടെയും പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ചതുപോലെ KSRTCക്കുള്ള വിഹിതവും 50% വെട്ടിക്കുറച്ച് 92 കോടിയുടെ പകുതിയായ 46 കോടിയായി ഇതിനും കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടത് കേന്ദ്രം തരാമെന്ന് പറഞ്ഞ 950 ഇലക്ട്രിക് ബസ്സുകൾ, വലിയ ഇലക്ട്രിക് ബസ്സുകൾ. അതാണ് വേണ്ട എന്ന് ധിക്കാരത്തോടെ ഒരു മന്ത്രി പറയുന്നത്. കേട്ടാൽ തോന്നും തൻ്റെ അധീനതയിലാണ് ഈ സർവ്വ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത്, താൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഈ മന്ത്രിയുടെ സംസാരം. അതായത് ഈ ചെറിയ ചെറിയ പാർട്ടികളിലെ മന്ത്രിമാർക്കൊക്കെയുള്ള ധിക്കാരത്തിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭരിക്കാൻ ഇനി LDFന് പറ്റില്ല, അല്ലെങ്കിൽ UDFന് പറ്റില്ല. LDFോ UDFോ ഏതെങ്കിലും ഒരു കൂട്ടര് ഞങ്ങളെ വഹിച്ചേ പറ്റൂ. ഞങ്ങളെ വഹിക്കുന്നവരാണ് ഭരണത്തിൽ വരിക. അതിൻ്റെ ഹൂങ്കാണ് ഇതുപോലെയുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ. ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വണ്ടികളാണെന്ന്, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ മനുഷ്യർ പൊട്ടന്മാരൊന്നുമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെ 950 ബസ്സുകൾ വരുന്നുണ്ടെന്നും അത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെന്നും അതിന് ഇന്ന റൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ കൃത്യതയോടെ പുറത്ത് വരണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇത് കേന്ദ്ര ഗവൺമെൻറ് ബസ്സാണെന്ന്. അതിൽ പിന്നെ ഒരു ബ്രാൻഡ് വേണമെന്ന് പറയുന്നത് കേന്ദ്രത്തിലിരിക്കുന്നവരുടെ അവരുടെ വിവരക്കേട്. ആ വിവരക്കേടിൻ്റെ അതിന് കൊട പിടിക്കുന്നവരാണ് കേരളത്തിലിരിക്കുന്നവർ. അതുകൊണ്ടാണ് അവരും ഈ വിവരക്കേട് തന്നെ വേറൊരു തരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. നമ്മുടെ KSRTC മന്ത്രി വേറൊരു കാര്യം കൂടി പറയുകയാണ്. അദ്ദേഹം മിനി ബസ്സിൻ്റെ ആളാണ്. അദ്ദേഹം നേരത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നപ്പോഴും ഒരുപാട് മിനി ബസ്സുകൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ കിട്ടിയിരിക്കുന്ന 46 കോടി കൊണ്ട് 2 തരം ബസ്സുകൾ വാങ്ങാം. 9 മീറ്റർ നീളത്തിലുള്ള ബസ്സും 105 മീറ്റർ നീളത്തിലുള്ള ബസ്സും. അദ്ദേഹം നീളം കുറഞ്ഞ ചെറിയ സൈസ് ബസ്സുകൾ കൂടുതൽ വാങ്ങാനും നീളത്തിലുള്ള ബസ്സുകൾ കുറച്ച് വാങ്ങാനും തീരുമാനിച്ചിരിക്കുന്നു. എന്ത് പറഞ്ഞാണ് അങ്ങനെ തീരുമാനിച്ചത്? ഫണ്ട് കുറവാണ് ഒന്നത്. രണ്ടാമത്തെ ഒരു കാരണം, സിറ്റികളിലൊക്കെ സിറ്റി സർവീസൊക്കെ നടത്താൻ നീളം കുറഞ്ഞ ബസ്സുകളാണ് വേഗം എടുക്കാനും തിരിക്കാനും വളയ്ക്കാനും ഒക്കെ സൗകര്യമുള്ളത്. അതുകൊണ്ട് മതിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആർക്കും തോന്നാവുന്ന ഒരു ചോദ്യം. ബസ്സിൻ്റെ നമ്പർ കൂടുമ്പോൾ ക്രൂവിൻ്റെ നമ്പറും കൂടണ്ടേ? ക്രൂ എന്ന് പറയുന്നത് ഡ്രൈവർ, കണ്ടക്ടർ, ഇത്യാദികളാണ് ഈ ക്രൂ എന്ന് പറയുന്നത്. ഈ ക്രൂവിൻ്റെ നമ്പറും കൂടണ്ടേ? ക്രൂവിൻ്റെ നമ്പർ കൂടുമ്പോഴേക്കും KSRTCക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകാൻ പോകുന്നത് ഭാവിയിൽ? അതേസമയത്ത് വലിയ ബസ്സാണെങ്കിൽ സിറ്റി സർവീസ് നടത്താനായിട്ട്, അതായത് സമയം പാലിക്കാനായിട്ട് സമയത്ത് പുറപ്പെടണം, സമയം അനുസരിച്ച് ഓടണം.
അവിടെ സമയം പാലിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് വളവെടുക്കണു തിരിവെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബസ്സിൻ്റെ നീളം കുറച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നീളം കുറയുന്നതോടുകൂടി തീർച്ചയായിട്ടും വലിയ ബസ്സുകൾ കൂടുതൽ എഫിഷ്യൻസി ഉള്ള ബസ്സുകളായിരിക്കും, ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള ബസ്സുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബസ്സുകൾ ഈ 2 ചെറിയ ബസ് ഓടുന്നിടത്ത് ഒരു വലിയ ബസ് ഓടിയാൽ മതി. അപ്പോൾ ഒരു ബസ്സിന് വേണ്ട ക്രൂവിൻ്റെ ഇരട്ടി വേണം 2 ബസ്സായാൽ. എല്ലാ തരത്തിലും കോസ്റ്റ് ഇരട്ടിക്കുക. അതുപോലെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ വാട്ടെവർ ഇറ്റ് ബി എന്ത് തന്നെയാണെങ്കിലും 2 ബസ് ഒരു കൃത്യദൂരം ഓടുന്നതിനും ഒരു ബസ് ഓടുന്നതിനും നമുക്കറിയാം പക്ഷേ ഈ 2 ബസ് ചെറിയ ബസ്സുകൾക്ക് ഇരട്ടി വേണ്ടി വരില്ലായിരിക്കാം. ഈ വലിയ ബസ്സിന് വേണ്ടതിനേക്കാളും അതിന് പകരം വേറെ 2 ബസ് ഓടിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ധന ചെലവും കൂടും. അപ്പോൾ ഇന്ധന ചെലവ് കൂടുന്നു, ക്രൂവിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ചെലവ് കൂടുന്നു, എല്ലാ മെയിൻ്റനൻസ് ചെലവ് കൂടുന്നു. അങ്ങനെ എല്ലാവിധ ചെലവുകളുമാണ് ഈ വണ്ടികൾ, ചെറിയ വണ്ടികളായാൽ. അതുപോലെ പാസഞ്ചേഴ്സിന് കിട്ടുന്ന സൗകര്യങ്ങളും വലിയ ബസ്സിലുള്ള സൗകര്യങ്ങളല്ല ചെറിയ ബസ്സിൽ കിട്ടുക. നിവർന്ന് നിൽക്കാൻ പോലും നിവൃത്തിയില്ല ചെറിയ ബസ്സുകളിൽ. അങ്ങനെയുള്ള ബസ്സുകളിൽ കൂഞ്ഞി പിടിച്ച് തിക്കി ഞെരുക്കി ആൾക്കാരെ കയറ്റി KSRTC ലാഭത്തിലാക്കാവുന്ന ഈ മന്ത്രി വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ രണ്ടായാലും മന്ത്രിയെ നിലയ്ക്ക് നിർത്തേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് പറ്റിയില്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളാണ്. അടുത്ത ഇലക്ഷനെങ്കിലും ജനങ്ങൾ അത് മന്ത്രിയെ പഠിപ്പിച്ചിരിക്കും. ഇപ്പോൾ വേണ്ടത് ജനങ്ങൾക്ക് നല്ല യാത്രാ സൗകര്യം ഉണ്ടാവുകയാണ്. ബ്രാൻഡിങ് സംസ്ഥാന ഗവൺമെൻറ്, ഈ കേന്ദ്ര ഗവൺമെൻറ് ബ്രാൻഡിങ് വേണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെൻറ് ബ്രാൻഡിങ് മതി എന്നുള്ളത് കൊണ്ട്. 2 ബ്രാൻഡിങ് ജനങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. ജനങ്ങളെ സംബന്ധിച്ച് യാത്രാ സൗകര്യങ്ങളാണ് വേണ്ടത്. ആ യാത്രാ സൗകര്യം കൊടുക്കാൻ വേണ്ടി ഇത്തരം മുടന്ത ന്യായങ്ങൾ ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുമ്പോൾ ഗവൺമെൻറ് ഓർക്കുക, ഈ കളി തീക്കളിയാണ്.